ഇന്ത്യയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വിമാനത്തിൽ എന്തിനാണ് മിനാബ് 168 എന്ന് എഴുതിയിരിക്കുന്നത്? പതിവ് നയതന്ത്ര മര്യാദകൾ മാറ്റിവെച്ച് ആക്രമണങ്ങളിൽ പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇറാൻ നടത്തിയ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നയതന്ത്ര സന്ദർശനത്തെ ഒരു പ്രതീകാത്മക പ്രതിഷേധമാക്കി മാറ്റിയ ഇറാന്റെ ഈ നീക്കത്തിന് പിന്നിലെ ആ രാഷ്ട്രീയ സന്ദേശം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാനിയൻ നഗരമായ മിനാബിലെ ഒരു സ്കൂളിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്ന 168 പെൺകുട്ടികളുടെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളാൽ സാധാരണ ജനങ്ങൾ നേരിടുന്ന ദുരന്തങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഇറാന്റെ പ്രതീകാത്മക നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മിനാബ് സ്കൂൾ ആക്രമണം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി മാറിയിരുന്നു. ആക്രമണത്തിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന ആരോപണം ഇറാൻ ശക്തമായി ഉന്നയിക്കുമ്പോൾ തന്നെ പ്രാഥമിക അമേരിക്കൻ അന്വേഷണ രേഖകളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പങ്ക് ഉണ്ടായിരിക്കാമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ സംഭവത്തിന്റെ അന്തിമ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക നിഗമനങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്ത് ഇറാൻ ഇന്ന് വെച്ചിരിക്കുന്നത് കേവലം ഉഭയകക്ഷി കരാറുകളല്ല, മറിച്ച് യുദ്ധകളത്തിൽ പിടഞ്ഞു വീണ ആയിരങ്ങളുടെ നിലവിളികളാണ്. ബ്രിക്സ് വേദിയെ ഒരു പ്രതിരോധ കവചമാക്കി മാറ്റുന്നതിലൂടെ തങ്ങൾക്കെതിരെ ഉയരുന്ന സൈനിക ഭീഷണികളെ ആഗോള മനസാക്ഷിക്ക് മുമ്പിൽ വിചാരണ ചെയ്യാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയെപ്പോലെ ലോകക്രമത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഈ പോരാട്ടത്തിൽ തങ്ങൾ ഒറ്റയ്ക്കല്ല. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും ആഗോള എണ്ണ വിപണിയുടെ ഗതിയും നിർണ്ണയിക്കുന്ന ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുമ്പോഴും ലോകത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നത് ആ വിമാനത്തിലെ മിനാബ് 168 എന്ന അക്ഷരങ്ങളാണ്. നയതന്ത്ര സന്ദർശനങ്ങളെ ഒരു ജനതയുടെ അതിജീവന പോരാട്ടമാക്കി മാറ്റുന്ന ഇറാന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിലെ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. യുദ്ധം വിതയ്ക്കുന്ന നാശത്തെയും കുരുന്നുകളുടെ ചോര വീണ മണ്ണിലെ രോദനത്തെയും ഒരൊറ്റ പേരിൽ ആവാഹിച്ച് അബ്ബാസ് അരാഗ്ചി ഡൽഹിയിൽ കുറിക്കുന്നത് പുതിയൊരു ചരിത്രം കൂടിയാണ്. ഇത് കേവലം ഒരു ഔദ്യോഗിക സന്ദർശനമല്ല, മറിച്ച് അധികാരത്തിന്റെ അഹങ്കാരത്തിന് മുമ്പിൽ തളരാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് ലോകത്തിനു മുമ്പിൽ തങ്ങൾ ഉയർത്തുന്ന ധാർമ്മികതയുടെ കരുത്തിലാണെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. മിനാബ് 168 എന്നത് ഇനിയൊരു വിമാനത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു ചരിത്ര രേഖയോ മാത്രമല്ല, മറിച്ച് യുദ്ധത്തിന്റെ ഇരകളാക്കപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്കായി ലോകത്തിനു മുമ്പിൽ ഉയരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്.